നമസ്കാരം. നമ്മളിന്ന് പ്ലം ട്രീകൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ വളർത്തുന്ന സ്ഥലത്ത് ആവശ്യത്തിന് ചില്ലവേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ഒരു 100 മണിക്കൂർ മുതൽ 500 മണിക്കൂർ വരെ ചില്ലവേഴ്സ് കിട്ടാത്ത സ്ഥലത്ത് പ്ലം വെച്ചിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ചില്ലവേഴ്സ് ഉണ്ടോ, തണുപ്പ് വരുന്നുണ്ടോ, വിൻ്ററിൻ്റെ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നമുക്ക് പ്ലമ്മുകൾ കായ്ക്കാനുള്ള സാധ്യതയില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എത്ര പ്ലം വാങ്ങാനുള്ള പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഒരു പ്ലം വെക്കാനുള്ള സ്ഥലമുള്ളെങ്കിൽ നിങ്ങൾ എപ്പോഴും സെൽഫ് ഫെർട്ടൈലായിട്ടുള്ള പ്ലമ്മുകൾ തന്നെ വാങ്ങുക. സെൽഫ് ഫെർട്ടൈൽ എന്ന് പറയുമ്പോഴത്തേനും സാൻഡോ റോസ, ഹവേര എന്നിങ്ങനെയുള്ള പ്ലമ്മുകൾ അതിൻ്റെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൂവായാൽ അതിനെ പോളിനേറ്റ് ചെയ്യാൻ വേറൊരു പ്ലമ്മിൻ്റെ ആവശ്യമില്ല. ആ ഫ്ലവറിൽ തന്നെ മെയിലിനെയും ഫീമെയിലിനെയും കോമ്പൗണ്ടൻ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് പോളിനേറ്റ് ആയി കിട്ടുകയും നമുക്ക് കാഴ്ച കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഒറ്റ പ്ലമ്മേ വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ അതിൻ്റെ ടാഗ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. സെൽഫ് ഫെർട്ടൈൽ ആയിട്ടുള്ള പ്ലമ്മുകൾ തന്നെ വാങ്ങുക. ഇനി നീഡ്സ് ക്രോസ് പോളിനേഷൻ വിത്ത് സംതിങ് എൽസ്, വേറെ ഏതെങ്കിലും പ്ലമ്മിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങരുത്. കാരണം അത് വാങ്ങിയാൽ നമുക്ക് മറ്റേ പ്ലമ്മും കൂടെ വാങ്ങി വെക്കുകയോ അല്ലെങ്കിൽ ആ പ്ലമ്മിൻ്റെ കമ്പ് കൊണ്ടുവന്ന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയോ ചെയ്യണം. ഗ്രാഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. നമ്മളിവിടെ പലതും ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരെണ്ണത്തിനും 4 ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും പ്ലമ്മിൻ്റെ ഗ്രാഫ്റ്റ് സക്സസ് ആയി കിട്ടണമെന്നില്ല. കാരണം ഇച്ചിരി പാടാണ്. ആപ്പിൾ പോലെ അത്ര എളുപ്പമല്ല പ്ലമ്മിൻ്റെ ഗ്രാഫ്റ്റുകൾ പിടിക്കാൻ. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലം ട്രീകൾ എത്ര ഹൈറ്റിൽ പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് സാധാരണ സ്റ്റാൻഡേർഡ് റൂട്ട് സ്റ്റോക്കിലുള്ളൊരു പ്ലം ആണെങ്കിൽ ഒരു 10 മീറ്റർ വരെ പോകും. സെമി ഡ്വാർഫ് ആണെങ്കിൽ ഒരു 3 മീറ്റർ വരെ വരും. നമുക്ക് ഡ്വാർഫ് വെറൈറ്റിയിലുള്ള പ്ലമ്മുകളാണെങ്കിൽ നമുക്ക് ഒരു മീറ്ററിനുള്ളിൽ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലം ട്രീ എത്ര ഹൈറ്റ് വരെ പോകാൻ ആഗ്രഹമുണ്ടെന്നുള്ളതൊന്നും കൂടെ നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇത് സ്റ്റാൻഡേർഡ് റൂട്ട് സ്റ്റോക്ക് ആണോ, സെമി ഡ്വാർഫ് റൂട്ട് സ്റ്റോക്ക് ആണോ, ഡ്വാർഫ് റൂട്ട് സ്റ്റോക്ക് ആണോ എന്ന് ആ ടാഗിലുണ്ടാവും. ആ ടാഗിൽ നോക്കിയിട്ട് വാങ്ങിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും ഒരു സെമി ഡ്വാർഫ് റൂട്ട് സ്റ്റോക്കിലുള്ള പ്ലമ്മുകളാണ് നിങ്ങൾക്ക് അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കേണ്ടത്. നമ്മൾ പോട്ടിലാണ് വെക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ ഡ്വാർഫ് റൂട്ട് സ്റ്റോക്കിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. സ്റ്റാൻഡേർഡ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുമ്പോഴത്തേനും ഈ പ്ലം നിങ്ങൾക്ക് പ്രൂൺ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൈവിട്ട് പോകും. ഇതങ്ങ് വളർന്ന് ഫ്രൂട്ട് ഉണ്ടാകുന്നത് എപ്പോഴും മുകളിലേക്ക് അങ്ങനെ ഉണ്ടായിപ്പോൾ നമുക്ക് കൈ എത്താവുന്ന സ്ഥലത്തായിരിക്കത്തില്ല. ഇനി പ്ലമ്മുകൾ 2 തരത്തിലുണ്ട്. ഈ പ്ലമ്മിൻ്റെ പ്രത്യേകത, ചിലപ്പോൾ നമ്മൾ നല്ല കളറൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കും. പക്ഷേ ഇത് ഏത് തരത്തിലുള്ള പ്ലമ്മാണ് നമുക്കറിയാൻ സാധിക്കുന്നുണ്ടാകുന്നില്ല. പ്ലമ്മുകൾ സത്യം പറഞ്ഞാൽ യൂറോപ്യൻ പ്ലമ്മുകളും ജാപ്പനീസ് പ്ലമ്മുകളുമാണ് ഉള്ളത്. യൂറോപ്യൻ പ്ലം എന്ന് പറഞ്ഞാൽ അഞ്ചലീന ബോഡിറ്റ്, ഡാംസൺ, ഗ്രീൻ ഗേജ് ഇങ്ങനെയുള്ള പ്ലമ്മുകളെല്ലാം യൂറോപ്യൻ വെറൈറ്റിയിലുള്ള പ്ലമ്മുകളാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനൊരു 500 മുതൽ 800 മണിക്കൂറെങ്കിലും മിനിമം ചിലവേഴ്സ് ഉള്ള സ്ഥലത്താണ് അത് വളരുന്നത്. അപ്പോൾ കേരളത്തിലൊന്നും നമ്മൾ ഈ യൂറോപ്യൻ പ്ലമ്മുകളെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. ഏറ്റവും കൂടുതൽ ഡാർക്ക് കളറിൽ വരുന്നത് നമുക്ക് ഈ യൂറോപ്യൻ പ്ലമ്മുകളാണ്. നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ, ഓൾമോസ്റ്റ് ലൈക്ക് ഡാർക്ക് ബ്ലൂ കളറിലുള്ള സാധനമുണ്ട്. അതിൻ്റെ പേര് ഡാംസൺ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ പ്ലമ്മാണ്. അത് നമ്മൾ ഈ ജാപ്പനീസ് പ്ലമ്മിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നിടത്ത് ഞാൻ പറിച്ച് കാണിക്കാം. അതിൻ്റെ ഫ്രൂട്ട് ഇതുണ്ടോ, നല്ല ബ്ലൂ ആണ്. ഇത് യൂറോപ്യൻ പ്ലമ്മാണ്. നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ നല്ല റെഡ് കളറില്ല. ഇത് ജാപ്പനീസ് പ്ലമ്മാണ്. കളർ നോക്കിയല്ല പറയുന്നത്, എങ്കിലും ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ ജാപ്പനീസ് പ്ലമ്മിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 ഇയർ പ്രായമായ വുഡിലാണ് അത് കായ്ക്കുന്നത്. അതായത് നമുക്ക് പ്ലം വച്ചു 1 വർഷം ഈ ഗ്രോത്ത് വന്നു, ഇതിൽ ഇപ്പോൾ കായില്ല. പക്ഷേ അടുത്ത വർഷം ജാപ്പനീസ് പ്ലം ആയതുകൊണ്ട് ഈ ഒരു ബ്രാഞ്ചിൽ കായ്ക്കും. വേറെ നമ്മൾ യൂറോപ്യൻ പ്ലം ആണെങ്കിൽ 2 വർഷമോ അതിൽ കൂടുതലോ പ്രായമായിട്ടുള്ള കമ്പുകളിലാണ് കായ്ക്കുന്നത്. അതായത് നമ്മൾ ഈ പ്ലം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമ്പിൽ ജാപ്പനീസ് പ്ലം ആയിരുന്നെങ്കിൽ അടുത്ത വർഷം കായ ഉണ്ടായേനെ. പക്ഷേ യൂറോപ്യൻ പ്ലം ആണെങ്കിൽ അടുത്ത വർഷം, അതായത് 2 ഇയേഴ്സ് പ്രായമായതോ അതിൽ മുകളിൽ പ്രായമായതോ ഉള്ള കമ്പുകളിലാണ് യൂറോപ്യൻ പ്ലമ്മുകൾ കായ്ക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ മേടിക്കുന്ന സാധനം യൂറോപ്യൻ പ്ലം ആണോ ജാപ്പനീസ് പ്ലം ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അത് കൂടെ നിങ്ങൾ മനസ്സിലോർക്കുക. ഇനി നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ ട്രീകളും പോലെ തന്നെയാണ് പ്ലമ്മും. ഇച്ചിരി സ്റ്റാൻഡേർഡ് റൂട്ട് സ്റ്റോക്കിലൊക്കെ ഉള്ളതാണെങ്കിൽ അത് ഇച്ചിരി ഹാർഡിയാണ്. ഇത്തിരി മോശമായ സോയിൽ കണ്ടീഷൻ ആണെങ്കിലൊന്നും പ്രശ്നമില്ല, അതങ്ങ് വളരും.
പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വാട്ടർ റിറ്റൻഷനാണ്. വാട്ടർ റിറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഈ പ്ലം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഈ പ്ലമ്മുകൾ വെക്കാനായിട്ട് പാടില്ല. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുഴി കുത്തിയിട്ട് ആ കുഴിയിലേക്ക് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കുക. ആ കുഴിയിൽ വെള്ളം കിടപ്പുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വെക്കാനായിട്ട് പാടില്ല. കാരണം ആ സ്ഥലത്ത് ഡ്രെയിനേജ് വളരെ മോശമാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ വെക്കാൻ പാടില്ല. വെള്ളം വാർന്ന് പോയിട്ടുണ്ടെങ്കിൽ സേഫസ്റ്റ് സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ, സോയിൽ പ്രിപ്പറേഷൻ ഒന്നുമില്ല. ചുമ്മാ നിങ്ങൾ ഈ പ്ലം കൊണ്ടേ വെച്ചിട്ട് അതിനകത്ത് ഒത്തിരി കോമ്പോസ്റ്റ് നല്ലത്. കോമ്പോസ്റ്റ് ഒന്നും ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ഇഷ്ടം. കാരണം നമ്മൾ ഈ റൂട്ട് നോർമൽ സോയിലിലേക്ക് തന്നെ പോകണം. ഒത്തിരി കോമ്പോസ്റ്റൊക്കെ ആ കുഴിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം കൊണ്ട് ആ റൂട്ട് അവിടെ തന്നെ എങ്ങനെ നിൽക്കും. നമ്മളെപ്പോഴും വെക്കുമ്പോൾ ഒത്തിരി വളമൊന്നും ഇട്ട് വെക്കേണ്ട കാര്യമില്ല. ചുമ്മാ വെച്ചാൽ മതി. അത് അത്യാവശ്യം ഡ്രെയിനേജ് ഉള്ളതാണെങ്കിൽ ഈ റൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് അങ്ങനെ അങ്ങ് പൊക്കോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലം ട്രീ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം. ഇനി പ്രൂണിങ്ങിൻ്റെ കാര്യം നമ്മൾ വേറെ വീഡിയോ പറയാം. അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ, തണുപ്പ് കൂടുതലുള്ള ആൾക്കാർ എപ്പോഴും പ്രൂൺ ചെയ്യുന്നത് എപ്പോഴും വിൻ്റർ ചെയ്യാനായിട്ട് തുടങ്ങരുത്. മിക്കവാറും അതൊരു ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പ്രൂൺ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലം ട്രീകൾ വളരെ ഈസി ആയിട്ട് വളർത്താനായിട്ട് സാധിക്കും. താങ്ക് യു.